ദൈവഭക്തനായിട്ടൊരു മനുഷ്യൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് അത് വായിച്ചത്. എനിക്കത് സ്പീഡിൽ അങ്ങനെ വായിച്ചു പോയി. അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും വായിക്കുന്നില്ല, 10 മിനിറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. ഇവിടെ 128 സംഗീതമാണ് ഞാൻ വായിക്കുന്നത്. ആദ്യത്തെ 2 വാക്യം മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. യഹോവയെ ഭയപ്പെട്ട അവന്റെ വഴിയിൽ നടക്കുന്ന എല്ലാം പറയുക. നിന്റെ കൈകളുടെ അധ്വാനം പറഞ്ഞു തിന്നു, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്നോട്ട് പോയി, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കിട്ടും ഒലിവ് തൈകൾ പോയിരിക്കും. യഹോവനായ മനുഷ്യൻ ഇങ്ങനെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും ദൈവഭക്തനായിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്ന ചിത്രമാണ് സംഗീതത്തിൽ നമ്മൾ കാണുന്നത്. നിങ്ങളേക്ക് പറയാനുള്ളത്, ഇവിടെ ഫോട്ടോകൾ പറഞ്ഞു ഞാനൊരു രാഷ്ട്രീയക്കാരനായിരുന്നു. എൻ്റെ പുസ്തകം, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു തുറന്ന പുസ്തകമാണ്. അതൊന്നും ഒളിച്ചു വെക്കാനില്ല. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിലെ രഹസ്യം വർക്കുന്നതല്ല, ഒളിച്ചു വെക്കാനുണ്ട്. എൻ്റെ മൊബൈലിലെ പാസ്വേഡ് എൻ്റെ എല്ലാ മക്കൾക്കും അറിയാം. ഞാനൊരു ടെസ്റ്റ് പോകും, അവർ ഉപയോഗിക്കും. പിള്ളേരെ കേൾക്കുന്ന മിക്കവാറും എൻ്റെ ഫോണാണ് അവർ ഉപയോഗിക്കും. അത് ഞങ്ങൾ എന്നേക്കും ഒന്നും ഒളിച്ചു വെക്കാനുണ്ട്. ഇവിടെ ഈ 40 വർഷം എന്ന് പറയുമ്പോൾ സന്തോഷകരമായ 40 വർഷം തന്നെയാണ് മുന്നോട്ട് പോയത്. എന്നാൽ യഥാർത്ഥമായ മാധുര്യം അനുഭവിച്ച 40 വർഷത്തിൽ ഒരു 25 വർഷമേ യഥാർത്ഥത്തിൽ എന്താണ് കുടുംബത്തിന്റെ സന്തോഷമെന്ന് അനുഭവിക്കാൻ കഴിയും. അത് 99 ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടുള്ള. അപ്പൊ ചോദിക്കും, അതിനു മുമ്പ് ഈ സന്തോഷം അനുഭവിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അതിന് സന്തോഷം അനുഭവിച്ചു. അതിന്റെ അത് പറയുമ്പോൾ ഒരു വാക്ക് കൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നതായിട്ടുണ്ട്. നമ്മുടെ ന്യായാധിപന്മാരുടെ പുസ്തകമുണ്ട് ബൈബിളിൽ, പഴയ നിയമത്തിൽ. അതിനകത്ത് 400 വർഷത്തെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നത്. അതിന്റെ 24 അധ്യായം മാത്രമായിട്ടുള്ളൂ. എന്നാൽ അതിനകത്ത് ആവർത്തിച്ച് പറയുന്ന ഒരു പദമുണ്ട്. അന്ന് അവർക്ക് രാജാവില്ലായിരുന്നു, അവർ തോന്നിയതുപോലെ. അപ്പൊ 25 വർഷങ്ങൾക്ക് മുമ്പുള്ള 15 വർഷം എന്താണ് ബാക്കി നിങ്ങൾക്ക് വിശ്വാസം. എന്നാൽ അങ്ങനത്തെ ഒരു ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും, അങ്ങനെ മധുരം ഉണ്ടാവും, കയ്പുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ആരുണ്ടാവില്ല, ദൈവം കൂടെ ഉണ്ടാവും. അതിൻ്റെതായ ദുഷ്ഫലങ്ങളൊക്കെ അനുഭവിച്ചു. ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ അറിയുന്നതിന് ഏതാനും നാളുകളുണ്ട്. ദൈവത്തെ അറിയുവാനായിട്ട് പൗലോസ് ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വീണത് പോലെ ഒരു വീഴ്ച എനിക്ക് വരുന്നുണ്ടായി. യഥാർത്ഥത്തിൽ പൗലോസിന്റെ കണ്ണാണ് പോയത്. പക്ഷെ എന്നെ സംബന്ധിച്ച് അടി കൊണ്ടിട്ട് എവിടെയൊക്കെയാണ് പൂക്കണമെന്ന് അറിയാൻ പറ്റുന്ന സ്ഥിതിയായിരുന്നു. അപ്പോ ആ രാജാവിനെ യഥാർത്ഥമായ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് യഥാർത്ഥമായ ഒരു കുടുംബമായി കഴിഞ്ഞു. അതിലേക്ക് ആ രാജാവിനെ എനിക്ക് പരിചയപ്പെടുത്തുകയാണ് ഇപ്പോഴും. എൻ്റെ ഭാര്യയുടെ സഹോദരി ചിന്നയും അതേപോലെ ഭർത്താവ് കുടുംബം വന്നു ഞങ്ങൾക്ക് ഈ രാജാവിനെ വാസ്തവത്തിൽ പരിചയപ്പെടുത്തുന്നു. അന്ന് മുതലേ ഇങ്ങനെ നോക്കുന്നു. ആ ഇരുട്ട് ശരിക്കും പറഞ്ഞാൽ ആ 5 വർഷത്തെ ഇരുട്ട് പൂർണ്ണമായ ഇരുട്ടിൽ നിൽക്കുമ്പോൾ ആണ് യോഹന്നാന്റെ സുവിശേഷം 1:9 പറഞ്ഞിരിക്കുന്നത് എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ബോധ്യം ഉണ്ടായിട്ടുള്ളൂ.
വെളിച്ചത്തെ, ആ പ്രകാശത്തെ എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ സ്വീകരിച്ചു, എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. നമ്മുടെ എല്ലാവരുടെയും വീടിന്റെ ഭാഗത്ത്, ഫ്രണ്ട് ഭാഗത്ത് ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്: ക്രിസ്തു ഈ വീടിന്റെ നായകനാണ്. മസൂദിലെ ഞാൻ അതിനെക്കുറിച്ച് വീട്ടിലൊന്നും പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണ്. യേശു പറയുന്നത്, ഞാൻ അതിൽ നിന്നും ആ മുട്ട് കേട്ട് ആരെങ്കിലും എനിക്ക് വാതിൽ തുറന്നാൽ അവൻ എൻ്റെ അടുക്കിലേക്ക് പോയി. അപ്പോഴാണ് കർത്താവ് ആ ഭവനത്തിന്റെ അല്ലെങ്കിൽ അവന്റെ നാഥൻ നായകനുമായി തീരുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ നമ്മള് പുറപ്പാട്, ലേവ്യർ സംഖ്യ, ആവർത്തന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം 40 വർഷം മരുഭൂമിയിൽ നടത്തിയതായിട്ട് അവിടെ കാണുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മരുഭൂ യാത്രയാണ്. നല്ല ചൂടാണ്. മരുഭൂ യാത്ര എല്ലാവർക്കും അറിയാം, നല്ല ചൂടാണ്. പകൽ നല്ല ചൂടും രാത്രി നല്ല നടക്കുന്നു. അവിടെ ദൈവം അവർക്ക് പകൽ മുഴുവൻ അവർക്ക് വെയിൽ കൊള്ളാതെ മേഘസ്തംഭമായും രാത്രിയിൽ അവർക്ക് അത്യപൂർണമായും മുന്നോട്ട് നയിച്ചു. പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് അതുപോലത്തെ ഒരു അവസ്ഥയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഏതൊരു അവസ്ഥയിലും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചു പോകാനായിട്ട് എനിക്ക് കഴിയും. ഇവിടെ സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിനകത്ത് 18 അധ്യായത്തിൽ 22 വാക്യത്തിൽ പറയുന്നുണ്ട്: ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയുടെ പ്രസാദം ലഭിച്ചുമിരിക്കുന്നു. എനിക്ക് എൻ്റെ ഈ ജീവിതത്തിൽ ദൈവം തന്ന നന്മയാണ് എൻ്റെ ഇപ്പോൾ ഇടതുഭാഗത്ത് നിൽക്കുന്നത്. എന്നാൽ ഇടതുഭാഗത്താണ് നിൽക്കുന്നത്, വലതുഭാഗത്താണ് നിൽക്കുന്നത്. എങ്കിലും സൗകര്യത്തിൽ നിൽക്കുന്നു. ഞങ്ങളുടെ ഇന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, എൻ്റെ വലതുഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോ ആ നന്മ എന്താണെന്ന് വെച്ചാൽ, ആ നന്മയിലൂടെ എനിക്ക് ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചു. ആ പ്രസാദമാണ് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളായിട്ട് അവരെ സന്തോഷകരമായിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് അവരെ വളർത്തുവാനായിട്ട് ദൈവത്തിന്റെ കൃപ നൽകുന്നു. ഞങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട് 88 ഇവിടെ വന്നതാണ്. ബിനുവിനന്ന് 9 മാസം മാത്രമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ദിവസവും. എന്നാൽ ഒരു അതിശയകരമായ സംഭവം വെച്ചാൽ, ഞങ്ങൾ ദൈവത്തിൽ അറിഞ്ഞപ്പോൾ ആ ദൈവത്തെ ഒരു മടിയും കൂടാതെ സ്വീകരിക്കാൻ എൻ്റെ മക്കൾക്ക് കഴിയുന്നുണ്ട്. അതുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യഹോഭക്തനായ ഒരു പുരുഷൻ എങ്ങനെ അന്വേഷിക്കപ്പെടുന്നത്. വായിച്ച ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും: ഭാര്യ ഫലപ്രദമായ മുന്തിരി വള്ളി വഴി. എന്താണ് ഒരു മുന്തിരി വഴി എന്ന് വെച്ചാൽ നമുക്കറിയാം, അത് നമുക്ക് അത്രയ്ക്ക് പ്രാധാന്യമില്ല. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ച് കർത്താവ് തന്റെ പ്രസംഗത്തിൽ മുഴുവനും ഇസ്രായേൽ ജനത്തെ ഉപമിക്കുമ്പോൾ മുന്തിരി, അത്തി, അതുപോലെ ഒലിവ്, ഈ 3 ദേവദാരും ഈ സംഖ്യകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരിക്കൽ കനാവിലെ കല്യാണ ഭവനത്തിൽ മുന്തിരി തീർന്നു, വൈൻ തീർന്നു. അവിടെ ദൈവം തീർച്ചയായിട്ടും കർത്താവിന്റെ ആദ്യത്തെ അത്ഭുതമാണ് നടന്നായിട്ട് നമുക്ക് കാണാം. അപ്പോ യഥാർത്ഥത്തിൽ അതായത് അവിടെ വൈൻ തീർന്നുപോയാൽ ആ പ്രധാനപ്പെട്ട അതിന്റെ ഉടമസ്ഥൻ തീർച്ചയായിട്ടും അത് നാണക്കേട് സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ.
അവരെ വിളിച്ച് കളിയാക്കി എന്നൊക്കെ പറയാനുള്ള സ്ഥിതിച്ചിട്ടുണ്ട്. അപ്പോൾ ഫലപ്രദമായ മുന്നോടി എന്ന് വെച്ചാൽ എന്റെ അഭിമാനം നിലനിർത്തുന്ന എങ്കിൽ എനിക്ക് യശസ് ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് കൂട്ടായിട്ടുള്ള കൂട്ടാളിക്കും. ഇവിടെ എന്തുകൊണ്ടാണ് ഇത്ര ഫലപ്രദമായി അത് കായ്ക്കാൻ കാരണം വെച്ചാൽ യെഹെസ്കേൽ പ്രവചനം 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ വായിക്കുന്നില്ല. പറഞ്ഞിങ്ങനെയാണ്, അത് ജലാശയത്തിന് അരികെ നട്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ജലാശയത്തിന് അരികെ നട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തിന് മാത്രമേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കൂ. കർത്താവിന്റെ വചനത്തിൽ കിട്ടുന്നുണ്ട്. പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും അല്ലെങ്കിൽ അവരെ മാത്രം ധ്യാനിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്ര ഞാൻ പറഞ്ഞൊന്നും വിചാരിക്കരുത്. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഇത്രയും കാലഘട്ടത്തിൽ അത്തരം ഫലപ്രദമായി പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞാൽ. ഇനി മക്കളോട് പറയുന്നത്, മക്കൾ ഒലിവ് തൈകൾ പോലെ ഇരിക്കുന്നതാണ്. ഒലിവിന്റെ പ്രത്യേകത നമുക്കറിയാം. അത് അഭിഷേകത്തിന് ഉപയോഗിക്കുന്ന തൈലം കൂട്ടാനായിട്ട്, തൈലത്തിന്റെ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒലിവാണ്. നമുക്കത്ര പ്രാധാന്യമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഒലിവെല്ലാം അറിയാം. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനായിട്ട്, ഗുരുവന്മാരെ അഭിഷേകം ചെയ്യാനായിട്ട് ഒക്കെ യുക്തി. പക്ഷെ ഒഴിവ് മറ്റൊരു പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത വെച്ചാൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ അവിടെ ശലോമോൻ ആലയം ഉണ്ടാക്കിയപ്പോൾ ആ ആലയം ദേവദാരു പലകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദേവദാരു അത്രയ്ക്ക് ശ്രേഷ്ഠമായ മരമാണ്, തീരമാണത് കടൽ വഴിയായിട്ട് എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് വായിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ശ്രീകോവിലിന്റെ വാതിൽപ്പടിയും വിശുദ്ധ സ്ഥലത്തിന്റെ വാതിൽപ്പടിയും അതിന്റെ വാതിലും ഒലിവ് മരം കൊണ്ടുണ്ടാക്കി. അപ്പൊ അവിടെ കാണാൻ കഴിയുന്ന സമയത്ത് അത്രമാത്രം പ്രാധാന്യം ദൈവത്തിന്റെ കാവൽക്കാരായി നേരത്തെ ഓരോന്നിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അപ്പോ ദൈവത്തിന്റെ ഒരു കാവൽക്കാരൻ എന്ന നില, ആ ഒരു നിലയിലും ഒലിവ് തൈകൾക്ക് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞുപോയ ആ വർഷങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ നമ്മളെപ്പോഴും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടാറുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ അത് സൂര്യൻ അസ്തമിക്കുന്നതിന് അപ്പുറത്തേക്ക് വെക്കാൻ പോകുന്നു. പക്ഷേ 25 കൊല്ലങ്ങൾക്ക് മുമ്പ് സൂര്യൻ അസ്തമിക്കുന്നതിന് അപ്പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ട്. എന്നാലും നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങള് 40 കൊല്ലം കല്യാണം കഴിച്ചതെങ്കിലും ആയിട്ടാണെങ്കിലും അതിന് 5-8 കൊല്ലം ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ആ ഒരു സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു തരത്തില് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അതായത് എല്ലാറ്റിനും ദൈവിക സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ഇതിലുണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾക്കും ഈ 25 കൊല്ലത്തിൽ ദൈവിക സാന്നിധ്യം ഇറങ്ങി വന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ എൻ്റെ മകളുടെ കാര്യം പറയുന്നത്, ആ അവസരത്തിലൊക്കെയും ഞങ്ങളോട് കാണിച്ച കരുണ, ദയ ഞാൻ എഴുതിയിട്ടുണ്ടോ? ഞങ്ങൾ കാണിച്ച കരുണ, മനസ്സിരിക്കും, ദയ, അതിനപ്പുറത്ത് ദൈവകൃപ ധാരാളമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ കലവര കല്യാണത്തിന്റെ കാര്യം സൂചിപ്പിച്ചു. അവിടെ വീട്ടിൽ നിന്നപ്പോൾ കർത്താവിന്റെ അമ്മ പറഞ്ഞു,
അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് ചെയ്യുക. അപ്പൊ അവിടെ വെള്ളം വീഞ്ഞാക്കിയ ഒരു സംഭവം. ഈ വെള്ളം വീഞ്ഞാക്കിയ സംഭവം നമ്മൾ നോക്കുമ്പോൾ അവിടെ എല്ലാം ഓൾറെഡി ഉണ്ടായിരുന്നു. നിറയ്ക്കാൻ കൽപാത്രം ഉണ്ടായിരുന്നു, കല്ലുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളം അവിടെ ഉണ്ടായിരുന്നു, നിറയ്ക്കാനുള്ള ജോലിക്കാരും അവിടെ പറഞ്ഞിട്ടുണ്ട്. അവരോട് പറഞ്ഞു, അവരതിന്റെ വക്കോളം നിറച്ചു. ഇവിടെ അതിന്റെ ഇംഗ്ലീഷ് ബൈബിൾ എങ്ങനെ എഴുതിയിരിക്കുന്നത്? And they filled them upon the brim. വക്കോളം നിറച്ചു. അവിടെ ഇനി നിറയ്ക്കാനായിട്ട് ഒന്നുമില്ല. ദൈവത്തിന്റെ പ്രവൃത്തിയല്ലാതെ അവിടെ നിറയ്ക്കാൻ ഒന്നുമില്ല. മാനവ ജീവിതത്തിനകത്ത് വൈദ്യശാസ്ത്രം ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തു, എല്ലാം ചെയ്യേണ്ടത് ചെയ്തു. പക്ഷെ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി അത് ചെയ്തപ്പോഴാണ് ജീവൻ തിരിച്ചത്. ആമേൻ. അതുപോലുള്ള അതിന് സമാനമായിട്ടുള്ള പല അവസ്ഥകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ജീവൻ തന്നെ 2-3 പ്രാവശ്യം പോയിപ്പോയിട്ടുള്ള അവസരങ്ങളുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ ഈ വളർത്തൂർ പ്രദേശത്ത് ഈ പുതിയ കണക്ഷൻ കൊടുക്കുന്ന കോൺട്രാക്ട് എനിക്ക് കിട്ടും. ഞാൻ ഈ കോൺട്രാക്ട് പോസ്റ്റൊക്കെ നാട്ടുകയാണ്, ആളുകൾ നാട്ടിക്കുകയാണ്. ഞാൻ അവരുടെ പണിയെടുക്കുമെങ്കിലും എനിക്ക് വെറുതെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ സ്വഭാവമാണ്, ഞാനിവിടെ അവരുടെ കൂടെ നിൽക്കും. അപ്പോൾ ഒരു വീട്ടിലോട്ട് കണക്ഷൻ മേടിക്കും, പോസ്റ്റ് ഇവിടെ ഒരു ലൈനിൽ ഞാൻ പോകുന്നു. അപ്പം ഞങ്ങളുടെ കണക്കൂട്ടലിൽ ഞങ്ങളുടെ പോസ്റ്റിൻ്റെ നീളം 16 അടിയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ പോസ്റ്റ് നീർക്കുമ്പോൾ ആ ലൈനിൻ്റെ അടിയിൽ കുറഞ്ഞു. പക്ഷേ പോസ്റ്റ് ഉള്ളിലോട്ട് വെച്ച് അവസാനം എൻ്റെ ഏറ്റവും പുറമെ നിൽക്കുന്നത് ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ വന്നു. അപ്പോൾ ഈ പോസ്റ്റ് നീക്കുന്നില്ല. നോക്കിയപ്പോൾ ഈ പോസ്റ്റിൻ്റെ അറ്റം ഇലക്ട്രിക്കൽ ലൈനിൽ മുട്ടിട്ട് തീ പാറിക്കൊണ്ടിരിക്കുക. അന്ന് മഴയുള്ള സമയം, എൻ്റെ ചെരുപ്പൊന്നുമില്ല. അപ്പൊ എൻ്റെ കൂടെയുള്ള അവർ പറഞ്ഞു, തോമസേ, ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നിന്റെ കൂടെ കാണണം. അതുപോലുള്ള പല അവസ്ഥകളിൽ നിന്നും കർത്താവ് എന്നെ രക്ഷിച്ചു. ഞാൻ ഒറ്റ ഉദാഹരണം മാത്രമേ ഞാൻ പറഞ്ഞു. അപ്പോൾ അതാണ് ദൈവത്തിന്റെ ആ ജീവിതത്തിൽ ആ അവസ്ഥകൾ കാണാൻ പറ്റുന്നത്. ഇപ്പൊ നേരത്തെ എൻ്റെ കൊച്ചുങ്ങളൊക്കെ പറഞ്ഞു 3 കുട്ടികളെ ഞങ്ങൾക്കുണ്ട്. അതിൽ ജോഷുവയെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. 7-ാം മാസത്തിൽ ജനിച്ചതാണ്. മുലപ്പാല് കുറിച്ചിട്ടില്ല. ആ തരത്തിൽ വളർന്നതിന് മുന്നാണ്. എന്നാൽ ഇപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലാണ്, ഉടമസ്ഥനാണ്. ഏതാണ്ട് 120ഓളം പാട്ടുകൾ തന്നെ പാടി തന്നെ കമ്പോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. അങ്ങനെ അവൻ അവിടെ കർത്താവിന് വേണ്ടി ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ യോനാഥനെ കുറിച്ച് പറഞ്ഞു. യോനാഥൻ കഴിഞ്ഞ ഇപ്പോൾ 5ലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞ വലിപ്പെട്ട് പറയുന്നതല്ല, കഴിഞ്ഞ വർഷം അവിടെ സ്കൂളിൽ 1ാം സ്ഥാനം കിട്ടിയ കുട്ടിയായിരുന്നു. അവനെ സെലക്ട് ചെയ്തു. 3ാമത് ഞങ്ങളുടെ അമ്മ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ പെൺകുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് കാണിച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ചെറിയ സംഭവം പറയുകയാണ്. അവിടെ വന്നപ്പോൾ കുറച്ച് ബുക്സ് വാങ്ങിക്കുന്നുണ്ട്, പടവള ബുക്സ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിനകത്ത് സുവിശേഷം ഉണ്ട്, ഓൾറെഡി വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ആ സുവിശേഷത്തിലെ കർത്താവിൻ്റെ ക്രൂശീകരണത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അത് ജോമോൻ അത് വിശദീകരിച്ച് കൊടുത്തപ്പോൾ അവിടെ വീട്ടിൽ വന്നിട്ട് അവർക്ക് പടം വരയ്ക്കാനുള്ള ഒരു
ചെറിയൊരു ട്രിപ്പ് കൊടുത്തു. അപ്പോൾ അവരുടെ മനസ്സിൽ ഈ പടം അവർ വായിച്ചു. ഇതൊരു ക്യാൻവാസാണ്, ചെറിയൊരു ക്യാൻവാസാണ്. ആ ക്യാൻവാസിൽ കർത്താവ് ക്രൂശിൽ കിടക്കുന്നു. അതൊരു ശോകമായുള്ള ഒരു സംഭവമാണ്. അതിന് ചുറ്റുമുള്ള ആകാശം മുഴുവനും സങ്കടപ്പെട്ടിരിക്കുകയാണ്. രണ്ട് ഹൃദയം കൊണ്ടുവച്ചിട്ടുണ്ട്. അത് അവക്കടെ ഹൃദയമാണ്. അതും ദുഃഖത്തിൽ ആണ്ടിരിക്കുകയാണ്. അവിടെ നിൽക്കുന്ന എല്ലാവരും തന്നെ ദുഃഖിതരായിട്ട് നിൽക്കുന്ന ആ കുഞ്ഞു മനസ്സിൽ കണ്ട് അത് വരയ്ക്കാനായിട്ട് 5 വയസ്സേ ഉള്ളൂ, 5 വയസ്സായിട്ടില്ല, അവിടെ ഉള്ളൂ വരയ്ക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അപ്പൊ നിങ്ങളിനി പറ, ദൈവകൃഷ്ണനായിട്ടുള്ള മനുഷ്യൻ എങ്ങനെ അനുഗ്രഹിക്കും? അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മക്കള് ഭാര്യ മന്ദിരവടി പോലെയും മക്കള് ഒലിവ് തൈകൾ പോലെയും അവസാനം പറഞ്ഞ് എൻ്റെ മക്കളെ കാണുമെന്നുള്ള അവസ്ഥയിൽ ഞങ്ങൾ നിൽക്കുന്നു. ഈ ഒരു കാര്യം കൂടി ഞാൻ അവസാനമായി സൂചിപ്പിക്കുകയാണ്. ഞാൻ പലപ്പോഴും സ്വപ്നം കാണാറുണ്ട്. സ്വപ്നം കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, ആവർത്തിച്ച് കാണുന്ന സ്വപ്നം. ഞാൻ 2 ദിവസം കൊണ്ട് പറയുന്നത് എങ്ങനെയാണ്, എന്റെ കല്യാണത്തിന് കഴിഞ്ഞു, എന്നൊന്നും ഇഷ്ടമാണല്ലോ, ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ പറയും ഇനി എന്ന് കിട്ടും, വയസ്സിത്ര. ഇത് ഞാൻ തമാശ പറഞ്ഞല്ല, ആവർത്തിച്ച് കാണുന്ന സ്വപ്നമാണ്. അപ്പൊ പ്രായം റിട്ടയർ ചെയ്ത് ഇനി എന്നാ കല്യാണം കഴിച്ചത്. അതായത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാടിന്റെ കല്യാണം വന്നതില്ല. ഈ ഒരു കല്യാണം വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ കല്യാണം ഇവിടെ ചല്ലവാസത്തിൽ നടക്കാൻ പോകും. അതിന്റെ ഒരു സൂചനയാണ് കർത്താവ് പലപ്പോഴും സ്വപ്നത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി. ഇവിടെ നമുക്കറിയാം, യഹൂദന്മാരുടെ വിവാഹം എന്ന് പറയുന്നത് 2 ഘട്ടത്തിൽ നടക്കുന്നത്. വിവാഹ നിശ്ചയം കഴിയും. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് 1 കൊല്ലത്തിനുള്ളിലാണ് അവരുടെ വിവാഹം നടക്കുന്നത് എന്നതാണ്. എനിക്ക് അത്ര അറിവില്ല, ഇത് പഠനത്തിലാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വെച്ചിരിക്കുന്നത് കല്യാണം വഴി നടക്കാനുള്ളൂ. വിവാഹ നിശ്ചയം കഴിഞ്ഞു. 2-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തു. അപ്പോൾ ഭൂമിയിൽ വെച്ച് ഞങ്ങൾ കല്യാണം കഴിഞ്ഞെങ്കിലും സ്വർഗത്തിൽ നടക്കാൻ പോകുന്ന കല്യാണത്തിന് നിശ്ചയം കഴിഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരവസരമുണ്ട്. അതായത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിവാഹം സ്വർഗത്തിൽ നടക്കുന്നുണ്ടാവും. അതിന്റെ യാഥാർത്ഥ്യം ഇതാണ്. കർത്താവ് താൻ ഗംഭീരം നടക്കുമ്പോൾ പ്രധാന ശബ്ദത്തോടും കാറും മാത്രമേ ഇറങ്ങി വരുമ്പോൾ അവന്റെ മണവാട്ടിയായിട്ടുള്ള സഭയെയും കൊണ്ട് വിവാഹ വീട്ടിലേക്ക് നിശ്ചയിക്കപ്പെട്ട ആ കല്യാണത്തിലേക്ക് അവൻ നമ്മളെ കൊണ്ടുപോകുകയും ചെയ്യും. ആ അവസരത്തിനായിട്ട് നോക്കി പാർത്തിരിക്കുകയാണ്. അതാണ് കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഉറപ്പിക്കുന്നത്, കല്യാണം കഴിഞ്ഞിട്ടുള്ള കല്യാണം. അതുകൊണ്ട് ആ കല്യാണത്തിലേക്ക് പോകണമെന്നൊരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 24 മുതൽ 25 മുതൽ അവിടെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച്. ആ മണവാളൻ തറ, ചുരുക്കം, വാട്ടം എന്നിവയില്ലാതെ തന്റെ സന്നിധിയിൽ നിർത്തേണ്ടതിന് അവൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതായത് ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണം എന്നതിനെ കുറിച്ചുള്ള പറയുന്ന ഭാഗത്താണ് അത് പറയുന്നത്. ഒരു ഭാര്യയെ എങ്ങനെ സ്നേഹിക്കുന്നത്.
സ്വന്തം ജഡത്തെ ആരും തന്നെ പകച്ചിട്ടില്ലല്ലോ. ഇവിടവരെ ഞാനൊരു കാര്യം പറയാം. 40 കൊല്ലമായി ധാരാളം മഴക്കുറവുണ്ട്. പക്ഷെ എങ്കിലും ഇന്നേ വരെ എൻ്റെ ഭാര്യ കൈകൊണ്ട് കൈകൊണ്ട് ഞാൻ ശിക്ഷിച്ചിട്ടില്ല. അതുപോലെ സ്വന്തം അതുപോലെ സ്നേഹിച്ച് നേരത്തെ പറഞ്ഞ അന്ന് ലഭിച്ചു. അതായത് 47 കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെ സ്നേഹിച്ചു പോകും അതുപോലെ തന്നെ ഇപ്പോഴും ആ സ്നേഹത്തിൻ്റെ മാധുര്യമാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. അത് ദൈവസാക്ഷി. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷെ ഇതിനൊക്കെ കാരണം ഒരു വാക്യം സിസ്റ്റം വായിക്കണം. എഫേസ്യർ 5:23 ശരീരത്തിന്റെ രക്ഷിതാവായി ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്ന വാക്യങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്ന വാക്യമാണ് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ കീഴ്പ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രമാത്രം സന്തോഷം ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്, അനുഭവിക്കാൻ കഴിയുന്നു. ആ സന്തോഷത്തിലേക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നീ ഹോസ്റ്റിലേക്ക് പറയുന്നത് ഇത്രയും കാലം ദൈവത്തെ അറിയാൻ കഴിഞ്ഞതാണ് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമായിട്ടുള്ളത്. പറയാനുണ്ട്. എല്ലാവരും അതുപോലെ ദൈവത്തിൽ ആശ്രയിച്ച് കുടുംബജീവിതം നയിക്കാൻ ഇടവരട്ടെ എന്നൊക്കെ പ്രാർത്ഥന ചെയ്തു. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അരികിൽ വന്നേകി മമ മണാള നിൻ പ്രേമത്താരേ മമ മണാള നിൻ പ്രേമത്താരേ
തിരുഭുജമതിനാൽ താങ്ങിയെടുത്തോ താതനോടിരുത്താൻ താങ്ങിയെടുത്തോ താതനോടിരുത്താൻ തരുന്നേ നാഥ സമസ്തവും ഞാൻ തരുന്നേ നാഥ സമസ്തവും ഞാൻ മഹത്വ സേവയ്ക്കായി മൽപ്രിയ മഹത്വ സേവയ്ക്കായി മമ മണാള നിൻ പ്രേമത്താലേ മമ മണാള നിൻ പ്രേമത്താലേ നിറയുന്നേ എന്നുള്ള വിനയം പറന്നാലും അമ്മതൻ കുഞ്ഞിനെ മറക്കയില്ലൊരു നാളും നീ വഹിച്ചല്ലോ ഉള്ളം കയ്യിൽ വാക്കുമാറാത്ത മഹേശ വാക്കുമാറാത്ത മമ മണാള നിൻ പ്രേമത്താലേ മമ മണാള നിൻ പ്രേമത്താലേ നിറയുന്നേ എന്നുള്ള വിനയം ഏറിയ വെള്ളങ്ങൾ കെടുതല്ല കെടുപ്പാൻ ഏഴയെ നിൻ പ്രേമത്തിൽ പകരുക ആത്മശക്തി എന്നും വർണ്ണിപ്പാൻ നിൻ പ്രേമം എന്നും വർണ്ണിപ്പാൻ മമ മണാള നിൻ പ്രേമത്താലേ നിറയുന്നേ എന്നുള്ള വിനയം ഏതുമില്ലേ ഏകുവാനിഹത്തിൽ ഏഴമേ വെച്ച സ്നേഹമനോർത്ത ഏകുന്നേ സ്തുതി സ്തോത്രവും ഞാൻ ഏറ്റുകൊള്ളുക എൻ പ്രിയ ഏറ്റുകൊള്ളുക ഞങ്ങൾക്കൊന്നും തിരിച്ചു തരാനൊന്നുമില്ല അവിടെ എഴുതാം എല്ലാ നന്മയ്ക്കും എല്ലാ നിഗ്രഹത്തിനും എല്ലാ കൃതത്തിനും എല്ലാ മത്സരവിനും എല്ലാ കരുണയ്ക്കും സ്തുതിയും സ്തോത്രവും ബഹുമാനവും അല്ലാതെ ഞങ്ങൾ തന്നെ അല്ലാതെ ഒന്നും തന്നെ തരാനില്ല. ഏകുന്ന സ്തുതി സ്തോത്രവും ഞാൻ ഏറ്റുകൊള്ളുക നീ പ്രിയ ഏറ്റുകൊള്ളുക. ദൈവം അനുഗ്രഹിക്കട്ടെ.